ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആണ് കേട്ടോ, രാംനവമിയും ആണ്. എൻ്റെ സാറിൻ്റെ വീട്ടിൽ പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കിൽ എല്ലാവരെയും സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് കൂടാൻ വേണ്ടി പോവാണേ. എവിടെടാ നീ? ഇവിടെ ഞങ്ങളൊരു 12:15 സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഉപ്മാവ് കഴിപ്പിച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ. നല്ലതായിരുന്നു. ഇവിടെ ഉപ്മാവിന് ഉപ്പിട്ടു എന്നാണ് കേട്ടോ പറയുക. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പുറത്തേക്ക് തന്നെ പോന്നു. ഓൾറെഡി അവിടെ ഉള്ളിൽ സാറിൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി കുത്തി തിരികെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. 12:30 ആകുമ്പോൾ പൂജ കഴിയുമെന്ന് സാറ് പറഞ്ഞുകൊണ്ടാണ് ഗോകുലിൻ്റെ അടുത്ത് ഞാൻ 12 മണി ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് പ്ലാൻ ഇട്ടത്. പക്ഷേ പോസ്റ്റും കി സിന്ദഗിമേ കഭി ഖുഷി കഭി ഗം ആയിരുന്നു. സമയം കളയാൻ കുറച്ച് നേരം ഞാനും ഗോകുലും ക്രിഞ്ചടിച്ചിരുന്നു. ക്ലിനിക്കിൽ അക്കമാരപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ തലേന്ന് ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്, ഒരു 12 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ എത്തുന്നുണ്ടാവുന്നു. പക്ഷേ അവരെന്നെ പോസ്റ്റാക്കി നൈസായിട്ട് അങ്ങോട്ട് തേച്ചൊട്ടിച്ചു. ഞാൻ കാരണം ഗോകുലും പോസ്റ്റായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. ഏട്ടനെ ആണെങ്കിൽ കാർ റേസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഏട്ടനും കണവണാന്ന് പറയുന്നുണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉഷ മേഡം രാവിലെ തന്നെ പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ലാത്ത 2 ആൾക്കാരും കൂടെ ഉണ്ട്, ജെറിനും അഗ്നിതേജും. അവർ വെയിറ്റിംഗ് ആണ്. ഇപ്പം തന്നെ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. അങ്ങനെ ജെറിൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ സാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പൂജയുടെ പ്രസാദമൊക്കെ പോയി കഴിച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല പാലില്ല, പ്രശ്നം ചെറിയ പായസം വെച്ചിട്ടു. അധികം മറ്റേ പഞ്ചാമൃതത്തിന്റെ ടേസ്റ്റാണ്. ഇനി എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ വർഷമാണ് കേട്ടോ സാറിൻ്റെ വീട്ടിൽ ഈ പൂജയ്ക്കായിട്ട് വരുന്നത്. ആയിക്കോട്ടെ. അതൊന്നും പറയാൻ പറ്റില്ല, എല്ലാരും ഇതിൽ പോസ് ചെയ്തോളണം. ഫുഡ് കഴിക്കാൻ വന്നു. ഫസ്റ്റ് ട്രിപ്പിൽ സീറ്റ് ഇല്ല ഗൈസ്. ഫസ്റ്റ് ട്രിപ്പിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആ നേരം കൊണ്ട് എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സാറും മാമും വൻ ബിസി ആയതുകൊണ്ട് അവരുടെ ഒപ്പമുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാവരുടെയും ടാർഗറ്റ് ഗോകുലാണ് കേട്ടോ. അവൻ എന്തേലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ് എല്ലാവരുടെയും പ്രധാന വിനോദം. മെന്റലി നീ എന്തിനാ പറയാണ്ടേ? ലോയലാവാൻ. കുറച്ചധികം ലേറ്റായിട്ടാണെങ്കിലും അഗ്നിതേജും എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. പൂജ കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് ബ്ലൗസ് പീസും കുപ്പിവള, മഞ്ഞൾ, കുങ്കുമം, പൂവ്, പിന്നെ ക്യാഷൊക്കെ തരും. അത് നമ്മൾ ഇരുന്നിട്ടാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പിന് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിക്കാൻ വരുമ്പോൾ വയറ് കാലിയാക്കി വരികയാണ് കേട്ടോ ഏറ്റവും നല്ലത്. 2-3 ട്രിപ്പായിട്ട് പല ഐറ്റംസ് അവർ സെർവ് ചെയ്യും. ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ വരുമ്പോൾ അതൊന്നും അറിയുണ്ടായിരുന്നില്ല. എന്തത്ര കുറച്ച് വിളമ്പടേന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഓരോരോ സാധനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അന്തം വിട്ടു പോയിട്ടുണ്ട്. കർണാടകയിൽ എല്ലായിടത്തും സദ്യ ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സാറിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻസിന് മാത്രമേ സദ്യ കഴിച്ചിട്ടുള്ളൂ. സൈഡ് ഡിഷസ് ആയിട്ട് ബേബി കോൺ, പേരയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബീൻസ് ഉപ്പേരി, പൊട്ടാറ്റോ ഫ്രൈ, പൈനാപ്പിൾ പച്ചടി, കൊണ്ടാട്ടമുളക്, അപ്പളം, ലെമൺ റൈസ്, ചോറ്, സാമ്പാർ, മോര്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ പൂരി, മസാലക്കറി, പച്ചമാങ്ങ ഇട്ട് വെച്ച രസം, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള പായസം, ഇതല്ലാതെ വേറെ 2 പായസം ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടാറ്റോ ബോണ്ട, ലാസ്റ്റ് സ്വീറ്റ്സ് ആയിട്ട് ഗുലാബ് ജാമുൻ, നമ്മുടെ ബോളി, അതൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല ഹെവി തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുക. മൈ ഗാഡ്, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? വന്നോണ്ടേ ഇരുന്നത്. ഫുഡ് കഴിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവരൊരു തേങ്ങയും തരും കേട്ടോ എല്ലാവർക്കും. ഞാൻ എൻ്റെ ഉള്ളതും കൂടെ ഏട്ടൻ്റെ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴും ജെറിനും അഗ്നിതേജിനും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇനി വേണം പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. തേങ്ങയുടെ ഒപ്പം അവരൊരു പാനും തന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്വീറ്റ് പാനാണെന്ന് തോന്നുന്നു, എനിക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ പാക്കും ഉണ്ടായിരുന്നു. പാക്ക് പിന്നെ പണ്ടേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്, അതുകൊണ്ട് അതും ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് നടക്കാനും ഇരിക്കാനും പറ്റാതെ ഷുഗർ ഡയറ്റ് ബ്രേക്ക് ചെയ്ത് ഷുഗർ കട്ടായിരുന്നു. ഒന്ന് ഷുഗർ ഡയറ്റ് അല്ല, ഷുഗർ അടിച്ച് കട്ടായി. അങ്ങനെ പൂജയും കഴിഞ്ഞ് അടിപൊളി ഫുഡും കഴിച്ചിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ.